2024 ലോക്സഭാ ഇലക്ഷനിലെ കേരളത്തിൻ്റെ പ്രവചനമാണ്. കേരളത്തിൽ ആരെല്ലാം വിജയിക്കും, ഏതെല്ലാം സ്ഥാനാർത്ഥികൾക്കാണ് വിജയം, LDFനാണോ UDFനാണോ മുൻതൂക്കം എന്നുള്ളത് നോക്കുന്നത്. ഒന്നാമത്തെ മണ്ഡലം കാസർഗോഡാണ്. കാസർഗോഡ് UDFനാണ് മുൻതൂക്കം. ഒരു ചെറിയ മേൽക്കയും UDFനുണ്ട്. ഏകദേശം 1% മുൻതൂക്കമാണ് UDFനുള്ളത്. രാജ്ഭവൻ ഉണ്ണിത്താൻ അവിടെ വിജയിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂർ അതിശക്തമായ 2 സ്ഥാനാർത്ഥികളുള്ള മണ്ഡലമാണ്. LDFനും UDFനും. അവിടെ UDFന് തന്നെയാണ് മേൽക്കൈ. ഏകദേശം ഒരു 4-5% മുൻതൂക്കം അവിടെ UDFനാണ് ഉള്ളത്. അടുത്തത് വടകരയാണ്. വടകര നല്ല വീറും വാശിയും ഏറിയ മത്സരമായിരുന്നു. മത്സരം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ല. അവിടെ ഒരു ചെറിയ മുൻതൂക്കം UDFന് തന്നെയാണുള്ളത്. ഒരു 2% മുൻതൂക്കം UDFനാണ്. അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് നിലവിലെ MP തന്നെ വിജയിക്കുമെന്ന് പറയുന്നു. UDFനാണ്. കോഴിക്കോടുള്ള മുൻതൂക്കം UDFനാണ്. അടുത്തത് പറയുന്നത് വയനാടാണ്. വയനാട്ടിൽ പിന്നെ പറയട്ട രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. ഇപ്രാവശ്യവും രാഹുൽ ഗാന്ധി തന്നെ അവിടെ വിജയിക്കും. അവിടെ UDFൻ്റെ സീറ്റ് നിലനിൽക്കും. അടുത്ത് പറയുന്നത് മലപ്പുറമാണ്. മലപ്പുറം ലീഗിൻ്റെ കോട്ടയാണ്, മുസ്ലിം ലീഗിൻ്റെ കോട്ട. അവിടെ ET മുഹമ്മദ് ബഷീർ തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത്. അവിടെ UDF തന്നെ വിജയിക്കും. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് UDFൻ്റെ സീറ്റായിരുന്നു. അവിടെ LDFൻ്റെ സീറ്റ് UDF പിടിച്ചതായിരുന്നു. ഇത്തവണ അത് LDF തന്നെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത്. പാലക്കാട് LDF തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. അടുത്തത് ആലത്തൂരാണ്. ആലത്തൂർ കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്ത മണ്ഡലമാണ് LDFൻ്റെ അടുത്തുനിന്ന്. അവിടെ ഈ പ്രാവശ്യം LDF തിരിച്ചു പിടിക്കും. ആലത്തൂർ UDFിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. ആലത്തൂർ അപ്പോൾ LDFന് തന്നെ. അടുത്തത് പൊന്നാനിയാണ്. പൊന്നാനിയിൽ നല്ല വാശിയേറിയ മത്സരമായിരുന്നു. പക്ഷേ അവിടെ ലീഗിൻ്റെ കോട്ട തകർക്കാൻ, UDFൻ്റെ കോട്ട തകർക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അവിടെ UDFന് തന്നെയാണ് നേരിയ മുൻതൂക്കമുള്ളത്. അടുത്ത മണ്ഡലം ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ UDF തോൽക്കുമെന്നാണ് പറയുന്നത്. ഇത്തവണ LDF ചാലക്കുടി പിടിച്ചെടുക്കും. അടുത്ത മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നല്ല ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. സുനിൽകുമാറും മുരളീധരനും പിന്നെ സുരേഷ് ഗോപിയും തമ്മിൽ കനത്ത മത്സരം നടന്നൊരു മണ്ഡലമാണ്. അവിടെ സുനിൽകുമാറിനാണ് നേരിയ മുൻതൂക്കമുള്ളത്. 2ാം സ്ഥാനത്ത് മുരളീധരനും 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയും പിന്തള്ളപ്പെടും. അടുത്ത മണ്ഡലം എറണാകുളമാണ്. എറണാകുളത്ത് ഇത്തവണയും IB ഈഡൻ തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത്. UDF എറണാകുളം. അടുത്ത മണ്ഡലം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഒരേ ഒരു LDFൻ്റെ സീറ്റായിരുന്നു ആലപ്പുഴ. ആലപ്പുഴ ഇത്തവണ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. അടുത്ത മണ്ഡലം കൊല്ലമാണ്. കൊല്ലം സിനിമാ നടന്മാർക്കൊന്നും പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവിടെ കൊല്ലം UDF നിലനിർത്തും. പ്രേമചന്ദ്രൻ തന്നെ വിജയിക്കും. അടുത്ത മണ്ഡലം മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ നല്ല ശക്തമായ പോരാട്ടം നടന്നതാണ്. അവിടെ ചെറിയൊരു മുൻതൂക്കം 1% മേൽക്കൈ UDFനുണ്ട്. അവിടെ UDF തന്നെ വിജയിക്കും. അടുത്ത മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ UDF തോൽക്കുമെന്നാണ് പറയുന്നത്. അവിടെ CPM ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. അവിടെ LDF വിജയിക്കും. അടുത്ത മണ്ഡലം കോട്ടയമാണ്. കോട്ടയം UDFന് തന്നെയെന്ന് സർവേ പറയുന്നു. കോട്ടയം UDF നിലനിർത്തും. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നല്ല മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. അവിടെ UDFന് തന്നെ മേൽക്കൈ എന്ന് സർവേ പറയുന്നു. അവിടെ UDF വിജയിക്കും. അടുത്ത മണ്ഡലം ഇടുക്കിയാണ്. ഇടുക്കിയിൽ UDFന് തന്നെ എന്ന് സർവേ പറയുന്നു. ഇടുക്കി UDFന്. അടുത്തത് തലസ്ഥാന മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നല്ല ത്രികോണ മത്സരം എന്നെല്ലാം പറഞ്ഞ് നടന്നതാണ്. ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയുമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പിന്തള്ളി UDF ശശി തരൂർ തന്നെ വിജയിക്കുമെന്ന് പറയുന്നു. തിരുവനന്തപുരം മണ്ഡലം UDFൻ്റെ കയ്യിൽ. നിലവിൽ
20 സീറ്റിൽ 15 സീറ്റ് UDF നും 5 സീറ്റ് LDF നും എന്നിങ്ങനെയാണ് ഈ സർവേയിൽ കാണുന്നത്. 15-5